എല്ലാവർക്കും നമസ്കാരം. ശരസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ശ്രീ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. നമ്മുടെ എല്ലാം കണ്ണൂരുകാരുടെ സ്വകാര്യ അഹങ്കാരമായ പറശ്ശിനിക്കടവിൻ്റെ വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മുത്തപ്പൻ്റെ അടുത്തേക്ക് പോകാൻ 2 വഴികളാണുള്ളത്. ഞാനിപ്പോൾ ഈ പോകുന്ന വഴി കാറ് പാർക്ക് ചെയ്തിട്ട് നടന്നു പോകുന്ന വഴിയാണ്. മറിച്ച് ബസ് ഇറങ്ങിയിട്ട് ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ടും മുത്തപ്പൻ്റെ ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റും. പണ്ടൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണല്ലോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് കാറും സൗകര്യങ്ങളൊക്കെ ആയപ്പം അച്ഛനും അമ്മയ്ക്കൊക്കെ പ്രായമായപ്പം ഞങ്ങൾ ഈ ഒരു വഴി സ്വീകരിച്ചതേ ഉള്ളൂ. ഈ 2 വഴികളിലൂടെ വരുമ്പോൾ നമുക്ക് ധാരാളം കടകൾ 2 സൈഡിലായിട്ട് കാണാൻ സാധിക്കും. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട, അവർ നേരെ അങ്ങോട്ടേക്കും പോവുക. കാരണം അവർക്ക് വേണ്ട കളിപ്പാട്ടങ്ങളും പിന്നെ ലേഡീസിന് വേണ്ടിയിട്ടുള്ള കമ്മൽ, മാല, പിന്നെ പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ ഇതൊക്കെ അവിടെ കിട്ടും കേട്ടോ. ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ മുത്തപ്പൻ്റെ ആ ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ആ ഒരു വഴി. ഈ നേരെ കാണുന്ന വഴിയില്ലേ, അതാണ് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നമുക്ക് ബസ് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന വഴി. ഈ ചെറിയൊരു കവാടം ഓർമ്മ തൊട്ട് നാളെ പോലെ അതിങ്ങനെ തന്നെ ഉണ്ട്. അവിടെ നമ്മൾ നേരെ മുത്തപ്പൻ്റെ ആ ഒരു നടയിലേക്ക് പോവാണ്. ഇപ്പം ഈ ഇടത് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ചോറൂണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ ചോറൂണ് കൊടുക്കുന്ന ആ ഒരു സ്ഥലം. അപ്പോൾ നേരെ കാണുന്നത് കണ്ടില്ലേ, അവിടെ അതിനകത്താണ് മുത്തപ്പ ക്ഷേത്രം. ഇത് അവിടുത്തെ വഴിപാട് കൗണ്ടറാണ്. അവിടെ നമുക്ക് മുത്തപ്പൻ, തിരുവപ്പന് അങ്ങനെ പലതരത്തിലുള്ള വഴിപാടുകളുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് കാണുന്നതാണ് നമ്മുടെ പ്രസാദം. മുത്തപ്പൻ്റെ പയറും ആ ഒരു തേങ്ങാക്കൊത്തും ചായ കിട്ടുന്ന സ്ഥലമില്ലേ, ഇതാട്ടെ ചോറുണ്ട്. ഞാൻ പറഞ്ഞ് രാവിലെ 7:30 മുതൽ വൈകുന്നേരം 4 മണി വരെ കുഞ്ഞുങ്ങൾക്ക് അവിടെ ചോറ് കൊടുക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കണ്ടോ, മുത്തപ്പൻ്റെ ആ ഒരു കവാടത്തിൽ നമ്മുടെ ആ ഒരു ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് 2 നായ്ക്കളുടെ ശില്പം കാണാൻ പറ്റും. കാരണം മുത്തപ്പൻ ഏറ്റവും പ്രിയപ്പെട്ടവർ നായ്ക്കളാണ്. മുത്തപ്പൻ വേട്ടയ്ക്ക് പോകുമ്പോൾ മുത്തപ്പൻ്റെ കൂടെ മുത്തപ്പൻ്റെ സന്തത സഹചാരിയായിട്ട് നായ്ക്കളുണ്ടാവും. അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടാണ് ആ ഒരു വിഗ്രഹം അവിടെ വെച്ചിട്ടുള്ളത്. ഇത് പഴയ അന്നദാനമൊക്കെ നടത്തുന്ന ആ ഒരു സ്ഥലമാണ്. ഇവിടെ ഇരുന്നിട്ടും ഇവിടെ നിലത്തിരുന്നിട്ട് ഞങ്ങൾ പണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ പോകുമ്പോൾ കാണുന്ന കേട്ടോ വളപട്ടണം പുഴ. വളപട്ടണം പുഴയുടെ തീരത്താണ് മുത്തപ്പ ക്ഷേത്രം ഉള്ളത്. ഇത് ഇന്നത്തെ കാലത്ത് ആധുനിക രീതിയിലുള്ള നമ്മുടെ ഉച്ചഭക്ഷണം കഴിക്കുന്ന ഊട്ടുപുരയാണ്. വളരെ മികച്ച സൗകര്യത്തോടു കൂടിയാണ് ഇന്ന് ആ ഊട്ടുപുര അവിടെ ഭംഗിയായി പ്രവർത്തിച്ചു വരുന്നത്. 2 നേരം ഇവിടെ ഭക്ഷണം ലഭിക്കും, അതായത് ഉച്ചയ്ക്കും രാത്രിയും. എന്തായാലും തീർച്ചയായിട്ടും കഴിച്ചിരിക്കേണ്ടുന്ന ഒരു ഭക്ഷണമാണ് കേട്ടോ അത്. ഒരുപാട് കറികളൊന്നും ഉണ്ടാവില്ല, ഒരു സാമ്പാറും ഒരു മോരുകറിയും. അച്ചാറുണ്ടോ എന്നുള്ള ഞാൻ മറന്നുപോയി, കുറച്ച് നാളായി കഴിച്ചിട്ട്. അവിടെ ചെല്ലുമ്പോൾ വളവട്ടണം പുഴ ഇങ്ങനെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു വേലി ഇങ്ങനെ തിരിച്ചിട്ടുണ്ടല്ലേ, അവിടെ വരെ നമുക്ക് ഇറങ്ങി കാലും കൈയും മുഖമൊക്കെ കഴുകിയിട്ട് വേണം നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. ക്ഷേത്രത്തിനകത്ത് ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് ഞാൻ അകത്ത് കയറിയപ്പോൾ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. എന്താണ് പറയാമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പ്രത്യേകിച്ച് കണ്ണൂരുകാർ സാധാരണ നമ്മളെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അമ്മയെന്ന് വിളിക്കില്ലേ, അതിന് പകരം കണ്ണൂരുകാർ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് എൻ്റെ മുത്തപ്പ എന്നായിരിക്കും. കാരണം അത് എന്താ പറയുക, അതങ്ങനെയാണ്. കാരണം മുത്തപ്പനില്ലാത്ത ഒരു കാര്യവും കണ്ണൂരുകാർക്ക് ഉണ്ടാവില്ല. കണ്ണൂരുകാരുടെ സ്വകാര്യ അഹങ്കാരമാണ് മുത്തപ്പൻ. ഊണിലും ഉറക്കത്തിലും എല്ലാം നമ്മളറിയാണ്ട് പോലും മുത്തപ്പ കാത്തോളണേ അങ്ങനെ പറഞ്ഞു പോകും. അതങ്ങനെയാണ്, അതാണ് ശീലം. അതിനപ്പുറത്തേക്ക് വേറൊന്നും പറയാനില്ല. ആ ദൂരെ കാണുന്ന പാലം ഉണ്ടല്ലോ, അതാണ് പറശ്ശിനിക്കടവിൽ നിന്ന് മയിലിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു പാലം. അതും ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇപ്പം ഈ കാണുന്ന രീതിയിലുള്ള ബോട്ട് ചട്ടിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഒരുപാട് വർഷമൊന്നും ആയിട്ടില്ല. അവിടെ നിന്നുള്ള ആ ഒരു മുത്തപ്പ ക്ഷേത്രത്തിൻ്റെ വ്യൂ അത് എടുത്തു പറയേണ്ടതാണ്. നിങ്ങൾക്ക് പലരും കണ്ടിട്ടുണ്ടാവും, ധാരാളം വീഡിയോസിലും ധാരാളം ഫോട്ടോസൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് ആൾക്കാർ എടുക്കാറുണ്ട്. എന്താ അറിയില്ല, ഭയങ്കര ഭംഗിയാണ് അവിടെ ചെന്നിട്ട് ഈ ഒരു കാഴ്ച കാണുമ്പോൾ. ആ ഒരു വളപട്ടണം പുഴയുടെ തീരത്ത് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന മുത്തപ്പ ക്ഷേത്രം. മുത്തപ്പൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, പാടിക്കുറ്റിയമ്മ എന്ന അന്തർജനത്തിന് മക്കളുണ്ടായിരുന്നില്ല. ഒരു ദിവസം രാത്രിയിൽ അമ്മയുടെ ഉറക്കത്തിൽ മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയും നിന്റെ എല്ലാ സങ്കടങ്ങളും മാറുമെന്ന് പറയുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ കുളിക്കാനായി പുഴയിലേക്ക് പോയ അമ്മയുടെ അടുത്തേക്ക് ഒരു കുട്ടയിൽ ഒരു കുഞ്ഞൊഴുകി വന്നു. ആ കുഞ്ഞിനെ സ്വന്തം മകനെ പോലെ വളർത്താൻ വേണ്ടി ഇല്ലത്തേക്ക് കൊണ്ടുവന്നു. അവരുടെ എല്ലാ രീതിയിലുള്ള ആചാരങ്ങളും ആ കുഞ്ഞിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇതിൽ നിന്നെല്ലാം വിപരീതമായി കുഞ്ഞ് മറ്റ് താഴ്ന്ന ജാതിക്കാരുടെ കൂടെ കളിക്കുകയും വളരുകയും അവരുടെ ഭക്ഷണമായ മത്സ്യമാംസാദികൾ കഴിക്കാൻ ശ്രമിക്കുകയും ചെയ്തു.
ഇതൊന്നും ഇല്ലത്തുള്ളവർക്ക്, പ്രത്യേകിച്ച് അച്ഛൻ തിരുമേനിക്ക് ഇഷ്ടമായിരുന്നില്ല. ഈ ഒരു പ്രവൃത്തി കണ്ട് അച്ഛൻ തിരുമേനി ആത്മഹത്യാ ഭീഷണി മുഴക്കി. അപ്പോൾ ഈ മകൻ റൂമിലേക്ക് ഓടി വാതിലടയ്ക്കുകയാണ് ചെയ്തത്. പിന്നീട് തുറന്നപ്പോൾ ഉഗ്രരൂപിയായ ഒരു വേട്ടയ്ക്ക് പോകുന്ന രീതിയിലുള്ള ഒരു രൂപമാണ് എല്ലാവരും കണ്ടത്. അപ്പോഴാണ് ഈ മകൻ പറഞ്ഞത്, എൻ്റെ അവതാരോദ്ദേശം ഇതാണ്, പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, അവരുടെ കൂടെ അവരുടെ ഒരാളായി ജീവിക്കുക. അങ്ങനെ ആ മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. ഇറങ്ങുന്ന ആ ഒരു സമയത്ത് കൂടെ നായ്ക്കൾ ഉണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം. അതാണ് നമ്മൾ ഈ ഒരു മുത്തപ്പ ക്ഷേത്രത്തിൽ ധാരാളം നായ്ക്കളെ കാണുന്നത്. ഇവിടെ മുത്തപ്പ ക്ഷേത്രത്തിൽ 2 രീതിയിലുള്ള ഇത് നമുക്ക് കാണാൻ പറ്റും. തിരുവപ്പനും പിന്നെ വെള്ളാട്ടവും. തിരുവപ്പൻ മഹാവിഷ്ണുവിൻ്റെ അവതാരവും വെള്ളാട്ടം മഹാദേവൻ ശിവൻ്റെ അവതാരമെന്നാണ് അറിയപ്പെടുന്നത്. ഇത് രണ്ടും നമുക്ക് ആ ഒരു ക്ഷേത്രത്തിൽ ദർശിക്കാൻ സാധിക്കും. എന്തായാലും ഇത് പരിപൂർണമായ ഒരു കഥയാണോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് കഥകളുണ്ട് മുത്തപ്പനായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം പറ്റുന്നവരൊക്കെ മുത്തപ്പ ക്ഷേത്രത്തിൽ വരിക, അവിടുന്ന് അന്നദാനം കഴിക്കുക, മുത്തപ്പൻ്റെ അനുഗ്രഹം മേടിക്കുക. കാരണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ടുന്ന ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു മഹത്തായ സ്ഥലമാണിത്. ഇതിപ്പോൾ ഞാൻ അവിടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നടത്തുന്ന ആ ഒരു കുറച്ച് വിഷ്വൽസാണ്. ആ ഒരു വളപട്ടണം പുഴ ഇങ്ങനെ ശാന്തമായിട്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എന്താ അറിയില്ല, പിന്നെ അവിടെ ചെല്ലുമ്പോൾ ചില സമയത്ത് മുത്തപ്പൻ്റെ ആ ഒരു രൂപം ഉണ്ടെങ്കിൽ നമ്മുടെ കൈ പിടിച്ചിട്ട് മുത്തപ്പൻ കൂടെയില്ലേ, ഒന്നും ഭയപ്പെടേണ്ട, ആ ഒരു പറയുന്നൊരു ധൈര്യം, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. പിന്നെ ഈ കാണുന്ന സാധനം എന്താണെന്ന് മനസ്സിലായോ? ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തത് കാണുന്നത്. ഇത് പനയുടെ പൂവാണ്. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ അവിടെ സമയം ചിലവഴിച്ചിട്ടാണ് ഞങ്ങളവിടെ തിരിച്ചു പോയത്. എന്തായാലും മുത്തപ്പ അനുഗ്രഹിക്കണേ. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നമസ്കാരം.